ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ, അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ, അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും ഒരാശംസ നേരൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ പൊങ്ങിയത്. നമുക്കറിയാം, ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗം അംഗീകരിക്കുന്നതല്ല. കാരണം അതൊരു വിദഅത്തായി ആ മതത്തിലേക്ക് കടന്നു വന്നതാണ് പിൽക്കാലഘട്ടത്തിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. ക്രൈസ്തവർ തന്നെ പലരും അതിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണത്. വിശുദ്ധ ഖുർആനാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ വളരെ കൃത്യമായി എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നതുപോലും വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്നാണ്. അപ്പൊ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പോലും അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ അതിൽ മക്കയിലെ മുശ്രിക്കുകളുണ്ട്. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ബനാത്തുള്ള, അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ മക്കാ മുശ്രിക്കുകളുടെ ഇടയിലുണ്ട്. ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന ഈസാ ഇബ്നുല്ലാ, അള്ളാഹുവിന്റെ മകനാണ് ഈസാ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഉസൈർ ഇബ്നുല്ലാ, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും താക്കീത് നൽകാൻ, ഇൻസാർ നൽകാൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിൽ അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ മേരിയെ സംബന്ധിച്ച മറിയം ബീവിയെ പറ്റി, ഈസാ നബിയുടെ ഉമ്മയെ പറ്റി പറയുന്ന അധ്യായത്തിൽ അള്ളാഹു വിശദീകരിച്ചത് വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദാ തകാദു അസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅു ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ച ആളുകൾ കൊണ്ടുവന്നത് ഏറ്റവും ഗൗരവകരമായ സംഗതിയാണ്. തകാദു അസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആ വാദത്തിന്റെ ഗൗരവം നിമിത്തം ആകാശം പൊട്ടിക്കീറാറായി, ഭൂമി പൊട്ടിപ്പിളരാറായി, പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകാറായി. റഹ്മാനി വലദ, പരമകാരുണികനായ അള്ളാഹുവിന് സന്താനമുണ്ട് എന്നവർ വാദിച്ച കാരണത്താൽ അള്ളാഹ്ക്കൊരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത്. ഇത് ഓതുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ആശംസ പറയൽ? ഇതെങ്ങനെ ഒക്കല്? ഈ ആശംസ പറഞ്ഞാൽ ഒക്കണ്ടേ? എല്ലാ ആശംസകളും എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് റഹ്മാനു വലദ എന്ന് ഓതിയാ ഒക്കോ? ഇനി റഹ്മാനു വലതാന്ന് ഓതണ്ട. എല്ലാ ദിവസവും വിശ്വാസികൾ നിസ്കാരശേഷവും കിടക്കുമ്പോഴും ഒക്കെ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. അവിടെ എന്താ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ അദ്വിതീയനാണെന്ന് പറയൂ. അല്ലാഹുസ് സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണെന്ന് പറയൂ. ലം യലിദ് വലം യൂലദ്, അവന് പിതാവില്ല മക്കളില്ലെന്ന് പറയൂ. ഇത് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാ പടച്ചവൻ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ സർവാശംസകൾ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഒക്കല്? അപ്പോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവന്റെ ആരാധന, അവന്റെ ഇബാദത്ത്, അവന്റെ തൗഹീദുമായി എതിരിടുന്ന ഒരു സംഗതിയോടും യോജിപ്പില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തീർത്തു പറയുന്നത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ അവന്റെ ആഘോഷം കൊണ്ടു നടക്കുന്നതിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല. അത് അവന്റെ ആചാരം, അവന്റെ നിലപാട്, അവന്റെ സ്വാതന്ത്ര്യം, അതവന് ആചരിക്കാം, കൊണ്ടു നടക്കാം. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്.